ഹലോ, ഞങ്ങളിപ്പോൾ ഇന്ന് തൃശ്ശൂർക്ക് പോവാണ്. ഇന്ന് അതിൻ്റെ വിശേഷം കാണാം. ഹലോ, ഹായ്. ഓക്കെ, ഇന്ന് നമ്മുടെ ഒരു പുതിയ വ്ളോഗാണ്. ഇന്ന് നമ്മൾ ആക്ച്വലി ഗുരുവായൂരോട്ട് പോവാണ്. ഒരു വെഡിങ്ങിന് വേണ്ടി പോവുക. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പം നമ്മളെവിടെ ഉള്ള ആലപ്പിയിലാണ്. ഞങ്ങളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളെ ഗുരുവായൂരിൽ എന്തിനാ പോകുന്നത്? കല്യാണം കൂടെ. യെസ്, നാളെ നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ മാരേജാണ്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. അപ്പോൾ ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റിലെത്തി. ആക്സിഡൻ്റലി ഞങ്ങളുടെ കണ്ണിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഇത്. പുതിയൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്ത റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ വളരെ ലൈറ്റായിട്ട് മാത്രം ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുമായിരുന്നു. കാരണം ആർക്കും അധികം വിശപ്പൊന്നും ഇല്ലായിരുന്നു. കാറിൽ അത്യാവശ്യം സ്നാക്സൊക്കെ സ്റ്റോർഡായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളെല്ലാം ഫുള്ളായിരുന്നു. എങ്കിലും ഡിന്നർ കഴിക്കണമല്ലോ എന്ന് കരുതി മാത്രം ഞങ്ങൾ ജസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചു. റെസ്റ്റോറൻറ്റോട് അറ്റാച്ച് ചെയ്ത് അവിടെ ഒരു ബാർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ പോയി വൈറ്റ് വൈൻ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 2-2:30 ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് എത്തിച്ചേർന്നു. അപ്പം തന്നെ ഞങ്ങൾ ഫ്രഷായിട്ട് ഗുരുവായൂരോട്ട് പോയി. ആൻഡ് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫോൺ അലൗഡ് അല്ല. ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോട്ടലിലോട്ട് വന്നു. എന്നിട്ടാണ് ഞങ്ങൾ വെഡ്ഡിങ്ങിന് വേണ്ടി റെഡി ആയത്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ റിസപ്ഷൻ്റെ അവിടെ ഇരുന്നപ്പോൾ ഒരു പൂക്കാരൻ ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് കുറച്ച് പൂവൊക്കെ തന്നു. അങ്ങനെ പൂവൊക്കെ മേടിച്ച് ഞങ്ങൾ വച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. സാധാരണ പൊതുവേ എല്ലാവരും പറയാറുണ്ട് ലേഡീസിന് റെഡിയാവാൻ ടൈം എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങളെല്ലാം നേരത്തെയാണ്. എന്നിട്ട് ഞങ്ങൾ അച്ഛനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അച്ഛനൊക്കെ വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി. എല്ലാവരും ദോശയാണ് ഓർഡർ ചെയ്ത്. വെറൈറ്റീസ് ഓഫ് ദോശയായിരുന്നു ഇത്തവണ ഞങ്ങൾ കഴിച്ചത്. പൊടി ദോശ, മസാല ദോശ, ഓണിയൻ ദോശ, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ദോശ എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഗുരുവായൂരിലോട്ട് പോയി വെഡിങ്ങിനായിട്ട്. അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നേരത്തെ ആയിരുന്നു താലികെട്ട്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ കുറച്ച് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് കുറച്ച് നേരം, സത്യം പറഞ്ഞാൽ ഗുരുവായൂരിൽ പോയിട്ട് ആദ്യമായിട്ടാണ് കുറേ നേരം ഇങ്ങനെ ആ ഒരു പരിസരത്ത് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തലേ ദിവസത്തെ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡാൻസൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയി തൃശ്ശൂർ സ്റ്റൈൽ സദ്യ കഴിച്ചു. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈൽ സദ്യ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ട്രിവാൻഡ്രം സൈഡ്. ഇത് ഞങ്ങളുടെ ഹോട്ടലിനോട് അറ്റാച്ച് ചെയ്ത പൂളായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് യാത്ര തിരിച്ചു. തിരികെ വരുന്ന വഴിയിൽ എല്ലാവരും ടയേർഡായിരുന്നുകൊണ്ട് കംപ്ലീറ്റ്ലി ഉറക്കമായിരുന്നു. ഇടയ്ക്കൊരു സ്റ്റോപ്പിലിറങ്ങി കുറച്ച് ടീ ആൻഡ് സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഡിന്നറും കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ടെത്തി. ഏകദേശം 11 മണിയായപ്പോഴത്തേക്കും ഞങ്ങളെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗുരുവായൂർ യാത്ര.